89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഇമ്മിടി ബല്യൊരാൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ള തന്നെയാണ് നമ്മുടെ കൂടെ ഇന്നൊരു അതിഥിയുണ്ട്. ഇത്തിരി ഇമ്മിടി ബല്യൊരാൾ തന്നെയാണ്. ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുൻപ് ഡിസിഷൻ മേക്കിംഗ് എന്ന വാക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് അല്ലേ? ഗെയിംസിന്റെ കാര്യത്തിലാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വാക്കാണ്. ക്രിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഡിസിഷൻ മേക്കർ ഒരു അമ്പയർ ആണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നതും ഒരു ഇന്റർനാഷണൽ അമ്പയർ ആണ്. നമുക്ക് നമ്മുടെ സ്വന്തം സർഗക്ഷേത്രയിലേക്ക് സ്വാഗതം ചെയ്യാം. ചങ്ങനാശ്ശേരിക്കാരൻ രാജേഷ് പിള്ളൈ. നമസ്കാരം സർ. നമസ്കാരം. സാറ് ഇപ്പൊ എന്തായാലും T20 ഇന്റർനാഷണൽസിലെ അമ്പയർ ആയിരുന്നു. കെന്യ വേഴ്സസ് നൈജീരിയ മാച്ച് അമ്പയർ ചെയ്തത് സാർ ആയിരുന്നു അല്ലെ? അതെ. നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? ആയിക്കോട്ടെ. സാർ എങ്ങനെയാണ് ഈ ഒരു അമ്പയറിംഗിലേക്ക് കടക്കുന്നത്? ചെറുപ്പം മുതലേ ഈ ഒരു ഫീൽഡിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നോ? ക്രിക്കറ്റ് ഒരു പാഷനായിരുന്നു. ചെറുപ്പകാലത്ത് വീട്ടിൽ നിന്ന് വെളിവിടത്തില്ലായിരുന്നു ക്രിക്കറ്റ് കളിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ പഠിക്കണം എന്നുള്ളൊരു ഇതിൽ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ. അങ്ങനെ കള്ളത്തരം പറഞ്ഞ് കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ വന്ന് എഞ്ചിനീയറിംഗ് ഇവിടെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോയപ്പോഴേക്കും കോളേജിൽ അവിടെ കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോഴേക്കും നമ്മൾ പല രാജ്യങ്ങളിൽ പോയ സമയത്ത് അവിടെ കളിച്ച് കുറച്ച് എക്സ്പീരിയൻസ് കൂടി. അവിടെ അങ്ങനെയാണ് നമ്മൾ കളിയിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പോയി കോച്ചിങ് എടുത്തു. തായ്ലാൻഡിലായിരുന്ന സമയത്ത് കോച്ചിങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോച്ചിങ് എടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ക്രിക്കറ്റ് കളി. അങ്ങനെയാണ് ക്രിക്കറ്റിലോട്ട് വരുന്നത്. അമ്പയറിങ്ങിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ UK പോയ സമയത്ത് നമുക്ക് കളിക്കാൻ ഓപ്ഷൻ കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അമ്പയറിങ് ആർക്കും ചെയ്യേണ്ട വേല്യുകളുണ്ട്. അപ്പം നമ്മളങ്ങനെ പോയി വേല്യു കൊണ്ടു. അപ്പം നമ്മൾ ഗ്രൗണ്ടിലാണ് നമുക്കത് ഇൻവോൾവ്മെൻ്റ് ആയി തോന്നി. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് വന്നു. അവിടെ അങ്ങനെ അമ്പയർ ചെയ്തു. അങ്ങനെ കളിയും അമ്പയറുമായിട്ട് ഇതായിട്ട് ചെയ്തു. പിന്നെ തായ്ലാൻഡിൽ വന്നപ്പോഴേക്കും അവിടെ ഒരു കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞ ടീം ഉണ്ടാക്കി. അപ്പോൾ ടീമിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ എതിർ ടീമിന്റെ കളികൾ കാണുക. അപ്പോൾ ഗ്രൗണ്ടിൽ പോയിരിക്കുക. ആ സമയത്ത് അമ്പയറിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയപ്പോഴേക്കും അമ്പയർ ചെയ്തു. അപ്പോൾ അവരുടെ കളി കാണാൻ പറ്റി. അപ്പം നമുക്ക് നമ്മുടെ ഗെയിം പ്ലാൻസ് നമുക്ക് അത് വെച്ച് പ്ലാൻ ചെയ്യാൻ വന്നു. അങ്ങനെ അവിടെ ഒരു 5-6 വർഷം നമ്മൾ അമ്പയർ ചെയ്തായിരുന്നു. നൈജീരിയയിൽ വന്ന സമയത്ത് അവിടെ അമ്പയറിങ്ങിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കാണ് നമ്മൾ അവിടുത്തെ ക്ലബ്ബുമായിട്ട് അവിടുത്തെ അക്വിസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനാണ്, അസോസിയേഷൻ ഫോർ ക്രിക്കറ്റ് അമ്പയേഴ്സ് ആൻഡ് സ്കോർ നൈജീരിയ എന്ന് പറഞ്ഞൊരു അസോസിയേഷനാണ്. അവിടെ വന്നപ്പോഴേക്കും ഇതുപോലെ നമ്മൾ കളിച്ച സമയത്ത് ഡിസിഷൻസ് ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നപ്പോഴേക്കും ഞാൻ ഇതുപോലെ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഐ വാണ്ട് ടു ഗെറ്റ് മോർ ഇൻവോൾവ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ നമ്മളെ നാച്ചുറലായിട്ട് കൊണ്ടുവന്നു. പിന്നെ എല്ലാ ശനിയാഴ്ചയും പോയി അമ്പയർ ചെയ്യുന്ന 50 ഓവേഴ്സ് വേലികൊള്ളുന്ന ഒരു സംഭവമായിട്ട് മാറി, ശീലമായി മാറി. അപ്പം എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞായറാഴ്ച കളി ഉണ്ടാവും. അപ്പം ഞാൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമാണ്. അപ്പോൾ തലേദിവസം കളി അമ്പയർ ചെയ്താൽ നമുക്ക് ബോൾ കുറച്ചുകൂടെ ഇതായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ ഫീൽഡിൽ നിന്ന് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിലാണ് നമ്മൾ അമ്പയറിങ്ങും ക്രിക്കറ്റുമായിട്ട് കൊണ്ടുപോയത്. അങ്ങനെ വന്നു. ക്രിക്കറ്റ് ഇത് വന്നപ്പോഴേക്കും എന്നാൽ അടുത്ത ലെവലിൽ നോക്കാം. അപ്പം ജോലിയുണ്ട്, ഫുൾ ടൈം ജോലിയുണ്ട്. ശനി ഞായറുമാണ് സർക്കസ് എല്ലാം കാണിക്കുന്നത്. അപ്പം ഫാമിലി ഇല്ലായിരുന്നു. അവിടുത്തെ എന്താണ് സേഫ്റ്റി ഇഷ്യൂവും ഇതൊക്കെ ആയതുകൊണ്ട് ഫാമിലിയെ കൊണ്ടുപോയില്ല. അപ്പം ഒത്തിരി സമയമുണ്ട്. ശനി ഞായറും നമുക്ക് ഇതിനു വേണ്ടിയുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പം സർട്ടിഫിക്കേഷൻ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു സൗത്ത് ആഫ്രിക്കയാണ് ഇവരുടെ എല്ലാം മൈബാപ്പ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയാണ് അവരുടെ എല്ലാം ഗോഡ് ഫാദർ എന്ന് പറയാം. അങ്ങനെയാണ് ആഫ്രിക്കയിൽ ഇപ്പോൾ നൈജീരിയ പറഞ്ഞു സൗത്ത് ആഫ്രിക്കയിൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, വൈ ഡോണ്ട് യു ഡു ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോയി സൗത്ത് ആഫ്രിക്ക ലെവൽ 1 എഴുതാമെന്ന് വെച്ചു. എന്നാൽ പിന്നെ ലെവൽ 1 എഴുതി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മോട്ടിവേഷൻ ലെവൽ 2 എടുക്കാം. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ലെവൽ 1 ആണ്. ലെവൽ 2 എടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നതുകൊണ്ട് അവരൊക്കെ ഇത് ചെയ്തു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ നൈജീരിയ ക്രിക്കറ്റ് കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ഡിസ്കഷൻ വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ ഡിസ്കഷൻ റൂൾസ് ഡിസ്കസ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കാണ് ലെവൽ 2 എടുക്കാമെന്ന് പറഞ്ഞത്. ലെവൽ 2 എടുത്ത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ പാസ്സായി. അത് കഴിഞ്ഞപ്പോഴേക്കാണ് ലെവൽ 3. അപ്പോൾ ലെവൽ 3 വന്നപ്പോഴേക്കാണ് വെസ്റ്റേൺ പ്രൊവിൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അവിടുത്തെ അമ്പയർ അസോസിയേഷനിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവർ എൻകറേജ് ചെയ്തു ലെവൽ 3 എടുക്കണം, ലെവൽ 3 എടുത്താലേ ഉള്ളൂ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെയാണ് ലെവൽ 3 എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നൈജീരിയയിൽ അതിൻ്റെ 5-6 പേരേ ഉള്ളൂ ലെവൽ 3 എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലോട്ട് വന്നു. ലെവൽ 3 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതാണ് വേണ്ടത് നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് അക്വിസിഷൻ ഞാൻ ലേഗോസിൻ്റെ ചാപ്റ്ററിലെ മെമ്പറാണ്. അപ്പം നമ്മളെ അവിടുന്ന് പിന്നെ അവർ നോമിനേറ്റ് ചെയ്ത് നാഷണൽ ലെവലിൽ വന്നു. ഇപ്പോൾ നൈജീരിയയിലെ പാനൽ വരെ എത്തിയേക്കാണ്.
അവിടെ നിന്നാണ് ICCക്ക് അവരുടെ ഡേറ്റാബേസിലേക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് അയച്ചതൊക്കെ. ഓക്കെ, ആണ് അലൊക്കേഷൻ ഒക്കെ നടക്കുന്നത്. അലൊക്കേഷൻ ഒക്കെ നടക്കുന്നത് ICC, അത് കഴിഞ്ഞിട്ടാണ് അലൊക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ മാർച്ചിൽ നമ്മളെ NCF, നൈജീരിയ ക്രിക്കറ്റ് ഫെഡറേഷൻ, എന്നെ പോലെ ഒരു 15 പേരെ അവർ നോമിനേറ്റ് ചെയ്തു അമ്പയർ ട്യൂട്ടർ സർട്ടിഫിക്കേഷന്. അതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു ഗ്രൂപ്പിന് മാത്രമേ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ അവിടുത്തെ അമ്പയറിനെ സർട്ടിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ബാച്ചായിരുന്നു. 15 പേരിൽ ഞങ്ങൾ അതിൻ്റെ 9 പേര് പാസ്സായി. അതിലാണ് പാസ്സായി ഇതിനകത്ത് വന്നത്. ബാക്കിയുള്ളവർ ഓഫ് കോഴ്സ് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അടുത്ത ലെവലിലോട്ട് വന്നേക്കാണ്. അപ്പം 2 പാരലൽ പാത്താണ്. 1 ഓൺ ഫീൽഡ് അമ്പയറിങ്ങും, 2 നമുക്ക് ട്രെയിനിങ്ങും ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ എത്തിപ്പിടിക്കുക തന്നെ വേണം. ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കളയരുത്. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടത്തില്ല, നമ്മൾ എത്തി തന്നെ പിടിച്ചേ പറ്റൂ. അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ ഒരു എന്താ പറയുക DNA ഭാഗമായിട്ട് വേണം. എന്നാലേ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാം. പിന്നെ പേഷ്യൻസ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ വേറൊരു രാജ്യമാണ്, ആ രാജ്യത്തിലെ ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നമ്മൾ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ എഫോർട്ടും നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ എക്സ്ട്രാ എഫോർട്ട് അവർ കാണണം. എന്നാലേ നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഇതുമില്ലായിരുന്നു എന്നെ ആ അമ്പയർ ട്യൂട്ടർ സർട്ടിഫിക്കേഷന് അവർ നോമിനേറ്റ് ചെയ്തപ്പോൾ ഞാനും ഷോക്കായിരുന്നു. കാരണം അവിടുത്തെ ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമുക്ക് കിട്ടി. പക്ഷെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ അവർ നോക്കുന്ന 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ടുണ്ട്. അപ്പം ഫീഡ്ബാക്സ് ഒക്കെ നല്ലതാണ്. അപ്പം അങ്ങനെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അവസരങ്ങളൊക്കെ എത്തിപ്പിടിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ രാജേഷ് സാർ നമ്മളോടൊക്കെ പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലൂരാളാണ്. സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലൂരാളാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ചങ്ങനാശ്ശേരിക്കാരൻ രാജേഷ് പിള്ളൈ സാറാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് തന്നെ തുടരാം അല്ലേ സർ? ആയിക്കോട്ടെ. ഓക്കെ, നമ്മൾ അമ്പയറിങ്ങിന് നിരവധി സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലെവൽസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, സർട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയാൽ ഇപ്പം വേൾഡിൽ 10 ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവരവരുടേതായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ICC ഇപ്പോഴാണ് ദുബായിലെ ഓഫീസ് ബേസ് ആയിട്ട് അവിടെ ഒരു ട്രെയിനിങ് സെൻറ്റർ വന്നിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഇപ്പം. അപ്പം ഈ 10 രാജ്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തേക്കുന്നത്, ഞാൻ നൈജീരിയയിലെ പാനലുള്ളതാണ്. അപ്പം നൈജീരിയയിലെ ഇത് നോക്കുന്നത് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺട്രി. അപ്പോൾ അവരുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ CSA ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഇപ്പം ലെവൽ 1 എന്ന് പറഞ്ഞാൽ എൻട്രി ആണ്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ആണ് ഞാൻ പാസ്സായിരിക്കുന്നത്. ടഫാണ്, ചില്ലറ കാര്യമല്ല. ഇതൊരു 4 മണിക്കൂറിൽ നമ്മളത് പല സിനാരിയോ തരും. നമുക്ക് ആ MCCയുടെ ലോസ് വെച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് ആൻസേഴ്സ് പറയാനായിട്ട്. എന്നാലേ നമുക്ക് ഫുൾ മാർക്സ് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ പാനലിൽ വരികയാണ്. സൗത്ത് ആഫ്രിക്കയുടെ പാനലിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ലെവൽ 4 സർട്ടിഫിക്കേഷനാണ്. ആ ലെവൽ 4 സർട്ടിഫിക്കേഷനിൽ 2 പേരെ എടുക്കും, 2 പേരെ റിസർവ് ആയിട്ട് വെക്കും. അതാണ് അവരുടെ ഒരു പ്രോസസ്സ്. ഇപ്പം നൈജീരിയയിൽ ആ ഒരു ലെവൽ 4 ഇല്ല. നൈജീരിയയിൽ ഇത് വെച്ചില്ല, അവർ ലെവൽ 3 വെച്ചിട്ടാണ് നമ്മളെ ആ പാനലിലോട്ട് വരുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി നൈജീരിയയുടെ പാനലിലായി. അപ്പോൾ എനിക്കിനി മാച്ചസ് അലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഡേറ്റാബേസ് ICCയുടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ICC ആണ് നമുക്ക് മാച്ചസ് അലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് അവിടുത്തെ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ സർട്ടിഫിക്കേഷൻ വരിക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ICC രജിസ്ട്രേഷൻ സമയത്ത് ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 3 മിനിമം വേണം അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ BCCIക്ക് ഇവിടെ ഇന്ത്യയിലുണ്ട്. BCCIയുടെ സർട്ടിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിലാണ് തുടങ്ങുന്നത്. ഡിസ്ട്രിക്ട് ലെവലിൽ ലെവൽ 1 ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് KCL കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ വരുന്നു. പിന്നെ അവിടുന്ന് ലെവൽ 2 അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല BCCIയുടെ ഇത്, പക്ഷേ ഇതാണ് അവരുടെ ഒരു ഇത്. അങ്ങനെ വരുമ്പോൾ പിന്നെ അമ്പയേഴ്സിന് റാങ്കിങ് വരും. ABCD ഇതിൽ റാങ്കിങ് വരും. അവരുടെ ഈ ഓൺ ഫീൽഡ് ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റാങ്കിങ് വന്നിട്ടാണ് A ഗ്രേഡ് ഉള്ള ആൾക്കാർക്ക് രഞ്ജിയാണോ അതോ ഡിയിലുള്ള ആൾക്കാർക്ക് ലോക്കൽ ടൂർണമെന്റ്സ് ആണോ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഇതും എൻ്റെ ഒരു അറിവേ ഉള്ളൂ, എനിക്ക് പ്രാക്ടിക്കലായിട്ട് അറിയില്ല ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. ഇപ്പം ഞാൻ സന്തോഷമായിട്ട് നൈജീരിയയുടെ പാനലിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെയാണ് നമുക്ക് രാജേഷ് സാറിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതെ അതെ. ഓക്കെ, യെസ്, കേട്ടുകൊണ്ടേയിരിക്കൂ. ഇമ്മിണി ബെല്ലൂരാൾ, കൂടെയുള്ളത് രാജേഷ് പിള്ളൈ സാറാണ്. സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബെല്ലൂരാൾ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് T20 ഇന്റർനാഷണൽസിൽ കെന്യ വേഴ്സസ് നൈജീരിയ മാച്ചിലെ അമ്പയറാണ് രാജേഷ് പിള്ളൈ, മലയാളത്തിന്റെ സ്വന്തം അമ്പയർ. സർ, ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അമ്പയറിങ്ങിന് തന്നെ ഡിഫറെന്റ് പാനൽസ് ഉണ്ടല്ലോ. സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത് നൈജീരിയൻ ക്രിക്കറ്റ് അസോസിയേഷനിലെ മെമ്പറാണ് സാർ.
അപ്പൊ എങ്ങനെയാണ് ICCയിലെ അലോക്കേഷൻ ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് ഒക്കെ നടക്കുന്നത്? ഓക്കെ, ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോവാം. അപ്പം ഈ നൈജീരിയ തന്നെ പല അക്യൂസൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ക്രിക്കറ്റ് അമ്പയേഴ്സ് ആൻഡ് സ്കോറർ നൈജീരിയ എന്നാണ് അക്യൂസറിന്റെ ഇത് പേര്. അപ്പോൾ പല പല ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ നൈജീരിയ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ നൈജീരിയ ഇതിൽ ലാഗോസിലുള്ള പല ടൂർണമെന്റ്സ് നമ്മൾ അവരുടെ A ഡിവിഷനും B ഡിവിഷൻ ടൂർണമെന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ അമ്പയർ ചെയ്യുകയാണ്. അവിടുന്ന് നമ്മുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ അവരെ നാഷണൽ ലെവലിലോട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് നാഷണൽ ലെവലിലോട്ട് നോമിനേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ നോക്കുന്നത് നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ സർട്ടിഫിക്കേഷൻസ് പിന്നെ ഈ ഓൺ ഫീൽഡ് ഫീഡ്ബാക്ക്, പെർഫോമൻസ് ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മളെ അവർ സെലക്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് അവർ നൈജീരിയയുടെ നാഷണൽ പാനലിൽ വരുന്നത്. ആ നാഷണൽ പാനൽ വന്നിട്ടാണ് അതിൽ നിന്ന് അവർ പിന്നെയും ഫിൽട്ടർ ചെയ്തിട്ടാണ് അവർ ICCക്ക് അയച്ചു കൊടുക്കുന്നത്. നാഷണൽ പാനലിലുള്ള ആൾക്കാർ എല്ലാവരും ICC പോകണമെന്നില്ല. അപ്പോൾ അതിനകത്ത് ഈ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 3 ഉണ്ടോ എന്ന് നോക്കും, പെർഫോമൻസിൻ്റെ ഗ്രേഡിങ്സ് നോക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7 പേരോ 7 പേരാണ് ഇപ്പോഴത്തെ ICCയിലേക്ക് അയച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഇത് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ BCCയുടെ ഒക്കെ വേറെ ആയിരിക്കും, ഈവൻ ഓസ്ട്രേലിയയുടെ വേറെ ആയിരിക്കും. അപ്പോൾ പല ഇത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ICC ഇപ്പം പുതിയൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ലെവൽ ഓഫ് സർട്ടിഫിക്കേഷൻസ് അതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് എല്ലാം ഒന്ന് എന്താ പറയുക, ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് അവർ ആ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലെവൽ 1 ഇപ്പോൾ ഓഗസ്റ്റിലേക്ക് അത് തുടങ്ങും. ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം അമ്പയർ ട്യൂട്ടറാണ്. അപ്പോൾ എനിക്ക് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നൈജീരിയയിലുള്ള ആൾക്കാരുടെ എക്സാംസ് എടുത്തിട്ട് നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അടുത്ത ലെവല് പിന്നെ ലെവൽ 2 ഉണ്ട്. അവിടെ അങ്ങനെ മേളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പല പല കൺട്രീസും പല പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പം ICC ഇപ്പോൾ എല്ലാം ഒരു എന്താ കോർഡിനേറ്റഡ് എഫേർട്ടിലിട്ട് ഇത് കൊണ്ടുവരുന്നുണ്ട്. ICCയുടെ പാനൽ വന്നു കഴിയുമ്പോൾ അതിനാണ് നേരത്തെ ക്യാമറ തലയിൽ വെച്ചിട്ട് അവർ നോക്കും നമ്മൾ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് അതെ ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിച്ചിട്ട് ഇതിനൊക്കെ മെന്റേഴ്സ് ഉണ്ട്. ഈ ഒരു അമ്പയർ ഉണ്ടെങ്കിലും അവർക്കെല്ലാം അമ്പയറും മെന്റേഴ്സ് ഉണ്ട് ഒരു ടൂർണമെന്റിൽ. അപ്പോൾ അവർ ഫീഡ്ബാക്കും കൊടുക്കും, നിങ്ങൾ ചെയ്ത് ശരിയല്ല ഇതാണ്. അപ്പം ഫീഡ്ബാക്ക് കൊടുത്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരു മെക്കാനിസം ഉണ്ട്. ഇതൊക്കെ ഒരു നല്ല സ്ട്രക്ചർ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഇതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇംപെർഫെക്ഷൻസിനെ പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ. പുതിയ വിശേഷങ്ങൾ അറിയാൻ നമ്മോടൊപ്പം ഉണ്ട് രാജേഷ് പിള്ളൈ സർ. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇമ്മിടി ബല്യൊരാൾ കൂടെയുണ്ട്, നമ്മുടെ സ്വന്തം രാജേഷ് പിള്ളൈ സാർ. എനിക്ക് സാറിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ ആദ്യം എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു ഫാക്ടർ ഉണ്ട്. വേറൊന്നുമല്ല, സാറിന്റെ ട്രാവൽ ഹിസ്റ്ററി. അത് പറയുമ്പോൾ തന്നെ സാറിന്റെ മുഖത്ത് ആ ഒരു പുഞ്ചിരി വരുന്നുണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി തന്നെയാണ് ട്രാവലിംഗ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 124ഓളം രാജ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് സാർ സാധിക്കുന്നത് ഇതിന്? നമുക്കൊരു വില്ലുണ്ടെങ്കിൽ നമുക്കിത് എന്നുള്ള ഇതാണ്. അപ്പം ആദ്യമൊക്കെ ജോലിയുടെ ഭാഗമായിട്ടായിരുന്നു ട്രാവല്. പിന്നെ വന്നപ്പോഴേക്കും ഫാമിലിയെ കൊണ്ട് അവരെയൊക്കെ എന്താ പറയുക ആരോഗ്യമുള്ള സമയത്ത് കാണിക്കുക എന്നുള്ള രീതിയിൽ വന്നു. വെളിയിലത്തെ ജോലിയാണ്, അപ്പം നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഇവരെയൊക്കെ ഇന്ന് കാണിക്കാൻ പറ്റുക, അതാണ് ഒരു ലക്ഷ്യം. അങ്ങനെ എൻ്റെ വൈഫ് ഇപ്പം 40 രാജ്യങ്ങളായി, മോൻ ഇപ്പം 30ആയി, മോള് 19ആയി. അപ്പോൾ അപ്പം എല്ലാ വർഷവും നമുക്ക് ഹോളിഡേ ടൈമിൽ നമുക്ക് പല രാജ്യങ്ങൾ പോകാനുള്ള ഇത് നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ US പോകുമ്പം കൊറിയൻ എയർവേസ് എടുക്കുക, അവിടെ പോകുമ്പോൾ ഒരു 3 ദിവസം, അങ്ങോട്ട് പോകുമ്പോൾ ബ്രേക്ക് എടുക്കുക, തിരിച്ചു വരുമ്പോൾ ഒരു 3 ദിവസം ബ്രേക്ക് എടുക്കുക. അതെ അങ്ങനെ കുറെ കൺട്രികൾ കാണാൻ തുടങ്ങി. പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ യൂറോപ്പ് ആൻഡ് ലാറ്റിൻ അമേരിക്കയുടെ ഡെലിവറി ഡയറക്ടറായിരുന്നു. ആ സമയത്ത് 105 രാജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഒരാഴ്ച എനിക്ക് US പോകണം, ഒരാഴ്ച എനിക്ക് ബ്രസീലിൽ പോകണം. തായ്ലാൻഡിൽ നിന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അത്രയും ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ബ്രസീലിൽ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ അർജന്റീനയ്ക്ക് പോകണമായിരുന്നു, ഉറുഗ്വേ പരഗ്വേ പോകാനായിട്ട്. അത് പണ്ട് ഈ ഫുട്ബോൾ ടീം ഉറുഗ്വേ പരഗ്വേ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ആ ഒരു പേര് കേട്ടതിന്റെ അങ്ങനെ ആ കൺട്രിയിൽ ചെന്ന് വിട്ടു. പിന്നെ US മിയാമി പോയപ്പോഴേക്ക് അവിടുന്ന് ബഹാമസിൽ പോകാനായിട്ട് അവിടുന്ന് ഫെറി ഉണ്ട്, അങ്ങനെ ബഹാമസിൽ പോയി. അങ്ങനെ ഓരോരോ ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കും, കണക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ കാണാൻ പറ്റി. ജോലിയുടെ ഭാഗമായിട്ട് പോയി. അല്ലാതെ പിന്നെ വന്നപ്പോൾ പിന്നെ ക്രൈസായി, 100 രാജ്യങ്ങൾ പോകണമെന്ന് കവർ ചെയ്യണമെന്നൊരു ആഗ്രഹമായി. അങ്ങനെ 100ആയപ്പോഴേക്കും വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാം
ഇപ്പോഴേ ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പം 124 നിൽക്കുന്നത്. ഓക്കെ അപ്പം അത് അങ്ങനെ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ സാർ, എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ് കൊണ്ടുപോകുന്നത്? നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു പാഷൻസ് വരുമ്പോൾ നമ്മൾ ടൈം എല്ലാവർക്കും കൊടുക്കാനായിട്ട് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയുടെ ടൈം കൊടുക്കുക, ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുക. പേരൻസ് ചങ്ങനാശ്ശേരിയിലാണ്, വൈഫ് കൊച്ചിയിലാണ് താമസിക്കുന്നത്, മോള് പഠിക്കുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേരും അത് ബാലൻസ് ചെയ്യുക. ജോലിയിൽ നമ്മളെ കാണാതിരിക്കല്ലേ. അപ്പം ഇപ്പോഴത്തെ ഒരു നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ജോലിയുടെ കാര്യത്തിന് കുഴപ്പമുണ്ടാവില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കണ്ടുപിടിക്കുക. ഇവർ എഴുന്നേക്കുന്ന മുമ്പ് നമ്മളിവിടെ ഫിസിക്കലി പോകേണ്ട സ്ഥലത്ത് ഫിസിക്കലി നമ്മൾ ചെല്ലുക. അപ്പം രണ്ടിടത്തും ഗ്യാപ്പ് വരാൻ പാടില്ല. ജോലി സ്ഥലത്ത് പിന്നെ നമ്മുടെ ഫിറ്റ്നസ് നോക്കണം. അപ്പോൾ രാവിലെ കളിക്കാൻ പോകും, അങ്ങനത്തെ ഇതുണ്ട്. രാവിലെ ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും. അതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിറ്റ് വെച്ചേക്കാണ്. അപ്പോൾ അവിടെ പോയി കളിക്കുക. ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി, കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ. ഒരേ സമയം 2 സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അയ്യോ പറയുണ്ട്, കുമ്പിടി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? പല പല പേരുകൾ വീട്ടാറുണ്ട്. ഓക്കെ ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി വെല്ലൊരാളാണ്, കൂടെ അന്നയും രാജേഷ് പിള്ളയും. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലൊരാളാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ചങ്ങനാശ്ശേരിക്കാരൻ രാജേഷ് പിള്ളൈ സാറാണ്. ഈ യാത്ര ചെയ്ത ഇത്രയും രാജ്യങ്ങൾ, ഇതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള തോന്നിയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ടോ? ഇപ്പം നമ്മളത് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലം നോക്കിയാൽ വിയറ്റ്നാം ഏറ്റവും നല്ല കൺട്രിയാണ്. അതെ, വിയറ്റ്നാം കഴിഞ്ഞ് തായ്ലാൻഡാണ്. വിയറ്റ്നാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ നല്ലതാണ്, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ആൾക്കാർ റൂഡല്ല, നമ്മളെ അക്സെപ്റ്റിംഗ് നേച്ചറാണ് അവിടെ. ഇപ്പം ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമുണ്ട്, അവർ ഇംഗ്ലീഷ് പറയില്ല. അതൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ മെയ്ഡും നമ്മുടെ ഡ്രൈവറും ഒക്കെ എല്ലാവരും ഇംഗ്ലീഷ് പറയും, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അറിഞ്ഞിരിക്കണം. അതെ അതെ. അപ്പം അതേ ഉള്ളൂ, അവർ പറ്റിക്കുന്നൊന്നുമില്ല. നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലെന്ന് വെച്ചാൽ അവർ പറ്റിക്കൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ കൺട്രി എന്ന് പറഞ്ഞാൽ തായ്ലാൻഡാണ്. ഒരു ബുദ്ധിസ്റ്റ് കൺട്രിയാണ്. അവിടെ വയലൻസ് ഇല്ല. ഈവൻ സ്ട്രൈക്ക് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിസിലൂതിയാണ് അവർ പ്രതിഷേധം ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. അപ്പം നമുക്ക് രാത്രിയിൽ പോയാലും ഒന്നും കുഴപ്പമുണ്ടാവില്ല. തായ്ലാൻഡ് എല്ലാവരും പറയുമ്പോൾ ഒന്ന് ചിരിക്കും. രണ്ട് സൈഡ് ഓഫ് കോയിനുണ്ട്. ബാച്ചിലേഴ്സിന് പോകേണ്ടതുണ്ട്, ഫാമിലിക്ക് നല്ലതുണ്ട്. ഒത്തിരി സ്ഥലങ്ങളുണ്ട് താമസിക്കാനും ഇത് ചെയ്യാനും. ഫുഡെല്ലാം കിട്ടും. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പല ഇതായിട്ടുള്ള ഫുഡുകൾ കിട്ടും. ഇന്ത്യയായിട്ട് നല്ല റിലേഷനുണ്ട്. അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് കുറേ നടക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി കുറച്ച് നല്ല സ്ട്രോങ് ആയിരുന്നു. ഞാനുള്ള സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഹർഷവർദ്ധൻ ശൃംഖലയായിരുന്നു അംബാസഡർ ആയിട്ടുള്ള, ഇപ്പോഴത്തെ ഫോറിൻ സെക്രട്ടറി. പുള്ളി കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ സോഷ്യലായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പുള്ളി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഇത് ചെയ്യും. എല്ലാ മാസം മീറ്റിംഗ് ഉണ്ടാവും, പോകാറുണ്ടായിരുന്നു. പല നമ്മൾ സജഷൻ കൊടുക്കുന്നതൊക്കെ പുള്ളി റിലവൻ്റ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം രാജ്യം നോക്കിയാൽ നല്ല രാജ്യമാണ് ഫാമിലിയായിട്ട് താമസിക്കാനായിട്ട്. സേഫ്റ്റി വൈസ്, കുട്ടികളുടെ പഠിത്തം, അങ്ങനത്തെ ഒക്കെ നോക്കിയാൽ നല്ല രാജ്യമാണ്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇത്രയും ട്രാവൽ ചെയ്തൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ട്രാവലിംഗിൽ മാത്രം ശ്രദ്ധിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഫുഡിന്റെ കാര്യമാണെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണോ എന്ന് ഉറപ്പ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഫുഡിന്റെ കാര്യം മാത്രമല്ലോ, ബാക്കി ഏതെങ്കിലും ഫാക്ടേഴ്സ് സാർ ശ്രദ്ധിക്കാറുണ്ടോ, കോൺഷ്യസ് ആയിരിക്കാറുണ്ടോ? ഉണ്ട്. നമ്മളൊരു യാത്രയിൽ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയർ അപ്സെറ്റ് ആവുന്നത്. നമ്മൾ വേണ്ടാത്ത ഫുഡുകളെല്ലാം വലിച്ചേരി കഴിയും. ഇപ്പം ഇവിടെ ഇറ്റലി പോയി കഴിഞ്ഞാൽ അവിടെ പാസ്തയുണ്ട്, ഇതുണ്ട്, അതുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ ജീവിത രീതിക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചിലപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം അതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന്. ചോറല്ല ഞാൻ പറഞ്ഞ ഇതായിരിക്കണം, കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ കഴിക്കില്ലെന്നല്ല, ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണം നമ്മൾ, പക്ഷെ ലിമിറ്റഡ് ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നാളെ കിട്ടുമോ ഇല്ലയോ എന്നറിയാത്ത രീതി കഴിക്കും. അതെ, ശരിയാണ്. അപ്പം നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് എൻ്റെ ഇതിൽ നോക്കുന്നത്. ഒന്ന് വയറ്, നമ്മൾ ഫുഡ് കെയർഫുൾ ആയിരിക്കണം. രണ്ടാമത് നോക്കേണ്ടത് തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഒത്തിരി എഫക്ട് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കോവിഡ് കഴിഞ്ഞ സമയത്ത് നമ്മളവിടെ എമിഗ്രേഷൻ വല്ല തൊണ്ടയൊക്കെ ഇടറി വർത്തനം പറഞ്ഞാൽ ഇങ്ങ് വരാൻ പറയും, പോയി ചെക്ക് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കണം തൊണ്ട. മൂന്നാമത്തെ കാര്യം ചെവിയാണ് ഏറ്റവും ഇത് എന്ന് പറഞ്ഞാൽ തൊണ്ട നമുക്ക് പിന്നെയും നമുക്ക് മാനേജ് ചെയ്യാം. ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു 3-4 ദിവസം നിൽക്കും. സെൻസിറ്റീവ് ആണ് ചെവി. നമ്മൾ വയറ് നമുക്ക് ഡൈജനും ഒക്കെ കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ചെവി വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്.
അപ്പോൾ എൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നല്ലപോലെ കഴിക്കുക. ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള സംഭവം എന്തെങ്കിലും ആയിരിക്കും. നോൺ വെജ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഉച്ചയ്ക്ക് സ്നിക്കേഴ്സ് ആയിരിക്കും. അതെൻ്റെ ഒരു ഹാബിറ്റാണ്. രണ്ട് സ്നിക്കേഴ്സ് കഴിക്കുക. വൈകുന്നേരം ഇവിടുന്ന് പോകുന്ന സമയത്ത് നൂഡിൽസ് കൊണ്ടുപോകും. അത് ചൂടുവെള്ളം ഒഴിക്കുക, നൂഡിൽസ് കഴിക്കുക. രാവിലെ എടുക്കുന്ന 2 പഴവും കാണും. അതായിരിക്കും നമ്മുടെ ഇത്. നല്ലപോലെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പല രാജ്യങ്ങളും പല ഇതായിരിക്കും. നല്ലപോലെ വെള്ളം കുടിക്കുക. അത് അവിടുത്തെ പൈപ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ വെള്ളം മേടിച്ച് കുടിക്കുക. അതായിരിക്കണം നമ്മുടെ ഒരു മെയിനായിട്ടുള്ളത്. അപ്പം ഫുഡിൻ്റെ ഇത് നോക്കണം. വയറ്, ചെവി, എന്താ പറയുക, തൊണ്ട. ഇത് 3 എണ്ണമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതായിട്ട് നമ്മുടെ പേഴ്സണൽ ഇതിൽ ഓഫ് കോഴ്സ് കൺട്രിയുടെ റൂൾസും അത് റെസ്പെക്ട് ചെയ്യേണ്ട കൺട്രിയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ക്ലോത്തിങ് ചിലപ്പം ചില കൺട്രിയിൽ നമ്മൾ ക്ലോത്തിങ് അതുപോലെ ആയിരിക്കണം. ഇത് തന്നെ ഷോർട്സ് ഇട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ കൺട്രി പോകുമ്പോൾ ആ കൺട്രിയുടെ കാര്യങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അത് എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇതിനകത്തൊക്കെ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം ഇതിനകത്ത് തല ഉയരാനായിട്ട് എടുക്കും. അതാണ് നമുക്ക് ഒരു കാര്യം നോക്കേണ്ടത്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിടി ബെല്ലൊരാളാണ്. ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലുകളാണ്. കൂടെയുണ്ട് നമ്മുടെ സ്വന്തം രാജേഷ് പിള്ളൈ സാർ. ഈ ഒരു കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ കുറേ ട്രാവലേഴ്സ് പോകുന്നുണ്ട്. ഓരോ രാജ്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, അവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഒക്കെ പോകുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഓരോ രാജ്യങ്ങൾ പോകുന്ന എൻ്റെ ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. അതൊരു വേറെ ക്രേസാണ്. ഞാനൊന്നും പ്ലാൻ ചെയ്താണ് ഒരു കൺട്രി പോവുക. ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യുക, സിറ്റി സെൻറ്ററിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോവുക. അവിടെ ചെന്ന് ഇറങ്ങി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷൻ എല്ലാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ എന്തായാലും ഒരു ഇൻഫർമേഷൻ കൗണ്ടർ കാണും. അവിടെ ഒരു മാപ്പ് കാണും. ആ മാപ്പ് എടുക്കുക, അവിടെ വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത് മുഴുവനും. പിന്നെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ ഒരു ലോക്കലായിട്ടാണ് പോകുന്നത്. എൻ്റെ ക്രേസ്, എൻ്റെ ട്രാവൽ ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ കൾച്ചറാണ്. അപ്പോൾ നമ്മൾ ആ ലോക്കൽ കൾച്ചറിൽ അവിടുത്തെ ആൾക്കാർ എങ്ങനെ പോവുക, അവിടുത്തെ ബസ്സിലായിരിക്കും പോകുന്നത്. ആ ബസ്സിൽ അവരോട് ഇടിച്ച് തള്ളി പെട്ടിയും പിടിച്ചോണ്ട് പോവുക. നോർമൽ സിറ്റിസൺ ആയിട്ട്. അതെ. അതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ചില കൺട്രിയിൽ ഇവർ ടോക്കറ്റീവ് ആയിരിക്കും. നമ്മൾ കൂട്ടിരുന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പറയും, അല്ലെങ്കിൽ അവരുടെ എക്കണോമിയെ പറ്റി പറയും, കൾച്ചേഴ്സിനെ പറ്റി പറയും. ഈ ഇന്ന സ്ഥലം കാണാതെ പോവല്ലേ, ഇന്നടുത്ത് പോകണം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇൻപുട്ട് ആയിരിക്കും. ഇപ്പം രാവിലെ പോയി ഇറങ്ങുന്ന കൺട്രി ഉണ്ടാവും, ചിലപ്പോൾ വൈകുന്നേരമാണ് ഇതൊക്കെ നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മളെല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. അപ്പം നമ്മൾ പോയി ബാഗ് എല്ലാം വെക്കുക, ഹോട്ടലിൽ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ മാർക്കറ്റ്, മിക്കവാറും വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, പിന്നെ അവിടുത്തെ ചിലപ്പോൾ അവർ സൈക്കിൾ ടാക്സി കാണും. അപ്പോൾ സൈക്കിൾ ടാക്സി അവരുടെ കൂടെ ഇരുന്ന് പോവുക. അതൊക്കെ വേറൊരു രസമാണ്. സേഫ്റ്റി നമ്മൾ നോക്കണം. അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പല അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ മോണ്യുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം യൂട്യൂബിലുണ്ട്. നമ്മൾ അതിനകത്ത് പോയി പൈസയും മുടക്കി ഇത് ചെയ്യേണ്ട. അപ്പം നമ്മൾ എക്സ്ട്രീംലി എത്ര പൈസ കുറച്ച് പോകാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം ഞാനൊരു ബാക്ക് പാക്കർ ട്രിപ്പ് അടിച്ചായിരുന്നു യൂറോപ്പിൽ. അപ്പോൾ അതൊരു 6 ദിവസം കൊണ്ട് 5 രാജ്യമോ അതുകൊണ്ടാണ് പോയത്. അതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഓവർനൈറ്റ് ബസ്, 11 മണിക്കൂർ ബസ്. അപ്പം ഒരു ഇതെന്ന് പറഞ്ഞാൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് റോട്ടർഡാം വരികയാണ്, നെതർലാൻഡ്സിൽ. അത് 11 മണിക്കൂർ ബസ്സാണ്. തീരെ പൈസ കുറവാണ്. എനിക്ക് ഉറങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. അതിനകത്ത് ലക്ഷറി ആയിട്ടുള്ള ബസ്സാണ്, ഓക്കെ ബസ്സാണ്. നമ്മൾ ഇത് ചെയ്യുക. അപ്പം നമ്മൾ പൈസയും ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പം ഈ ട്രാവൽ ക്രേസ് ചെയ്ത് ആൾക്കാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവ് കുറച്ച് എങ്ങനെ പോകുക എന്നുള്ളത് നോക്കണം. നമുക്ക് കംഫർട്ടബിൾ ആണ്. കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് സഫർ ചെയ്യുന്നതല്ല, നമ്മൾ എൻജോയ് ചെയ്യുക. ഇപ്പോൾ ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും 50% ബസ് ഓക്യുപ്പൻസി ആണത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സീറ്റ് കാലിയായിരിക്കും. ഇതിൽ നമുക്ക് ഫോൺ ചാർജിങ് ഫെസിലിറ്റി ഉണ്ടാവും. ഇൻ്റർനെറ്റ് നമ്മളിപ്പോൾ ഒരു ഗ്ലോബൽ സിം എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ഉണ്ടാവും. അപ്പം നമ്മൾ കണക്റ്റഡ് ആണ്, നമുക്ക് സമയം കിട്ടും. ഈ ഒരു 11 മണിക്കൂറിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങുക, ബാക്കി 5 മണിക്കൂർ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അറിയണം. അതെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ എല്ലാവരും പോയി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നിൽക്കും. എന്നിട്ട് ഒരു 5 ദിവസം ട്രിപ്പ് എടുക്കും. എന്നിട്ട് 5 ദിവസം അവിടെ ഇവിടെയും കറങ്ങി നടക്കാൻ രാവിലെ 7:30 ആകുമ്പോഴേക്കും ബസ് വരും. അപ്പം 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റി എൻജോയ് ചെയ്യത്തുമില്ല. നമ്മൾ പൈസയും പോവും, ഇതും പോവും. അതാണ് നമ്മുടെ ഈവൻ ഫാമിലി ആയിട്ട് പോകുമ്പോഴാണെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സിറ്റി സെൻ്ററിലുള്ള ഒരു ഹോട്ടൽ എടുക്കുക. അത് 3 സ്റ്റാർ ആയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ.
അത് കാരണം നമ്മൾ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ. നമ്മളൊരു കൺട്രി പോകുമ്പോൾ നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ എന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറേ ഉറങ്ങുള്ളൂ. അപ്പം മാക്സിമം രാവിലെ 5:30 ആകുമ്പോൾ ഇറങ്ങും. അത് ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് പുറകോട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സാധനങ്ങൾ കാണാനും പറ്റും. ഇപ്പം മോർണിംഗിൽ ചിലപ്പോൾ സൺറൈസ് കാണാൻ പറ്റും. ഈ രാവിലെ പോകുമ്പോൾ സൺറൈസ് കാണാൻ പറ്റും. ചിലപ്പോൾ ഈ കൾച്ചർ ഈ ആൾക്കാർ എന്താ പറയുക, അവർ സൈക്കിളിൽ പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ വില്ലേജിൽ പോകുക. എൻ്റെ ഒരു വേറൊരു ക്രേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ലൈഫ് കാണുന്നത് പറഞ്ഞാൽ ഒരു വില്ലേജിൽ പോവുക, ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ അക്സെപ്റ്റബിൾ ആണ് മിക്കവാറും ഉള്ള കൺട്രികളിൽ. നമ്മളവിടെ പോവുക, അവരോട് ഇന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കുക, ഒരു ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, ഇത് ചോദിക്കുക. ചിലപ്പോൾ ആണെങ്കിൽ ഈ ആഫ്രിക്ക ആണെങ്കിൽ മിക്കവാറും കപ്പയോ കാച്ചയിലോ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണും, അത് തരും. അവരെന്തായാലും നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുകയും തിരിച്ച് നമുക്ക് തരും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ചൊന്ന് കഴിക്കുക, ടേസ്റ്റ് സന്തോഷത്തിന് കഴിക്കുക, ടേസ്റ്റ് കൊള്ളാമെന്നൊക്കെ പറയുക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വലിയൊരു ടിപ്സ് ആണ് കേട്ടോ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ രാജേഷ് പിള്ളൈ സാറ് പറഞ്ഞു തന്നത്. സോ ഇതൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. ഇമ്മിണി വലിയൊരാളാണ്, കൂടെ അന്നയും ഒപ്പം രാജേഷ് പിള്ളൈ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി വലിയൊരാൾ, കൂടെയുണ്ട് നമ്മുടെ സ്വന്തം രാജേഷ് പിള്ളൈ സാർ. സാർ, ട്രാവലിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ഹോബീസിൽ ഇൻവോൾവ് ആവാറുണ്ടോ? ട്രാവൽ അല്ലാതെ എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, കറൻസിയുടെ കളക്ഷൻ ഉണ്ട്. 100 രാജ്യങ്ങൾക്ക് മേളിൽ കളക്ഷൻ ഉണ്ട്. അത് ചെറുപ്പം മുതൽ അച്ഛൻ വെളിയിലായതുകൊണ്ട് അവിടുന്ന് സ്റ്റാമ്പ് അയച്ചു തരുമായിരുന്നു. അപ്പോൾ US ഉണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് അയക്കും. പല പല കളറുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്, US-ന്റെ ഇതായിട്ടുള്ളത്. പിന്നെ ഇറാഖിലായിരുന്നപ്പം സദ്ദാം ഹുസൈൻ്റെ പടമുള്ള സ്റ്റാമ്പ്സ്, അങ്ങനത്തെ ഇത് വന്നപ്പോഴേക്കും ക്രേസ് വന്നു. പിന്നെ സ്കൂളിൽ പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറെ കളക്ട് ചെയ്തു. ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് കോയിൻസും സ്റ്റാമ്പ് ചില കൺട്രിയിൽ നമുക്ക് പാടായിരിക്കും കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പം ട്രാവൽ ഗൈഡോ ഇതോ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ അവരോട് നേരത്തെ പറഞ്ഞു വെക്കും, നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് തപ്പിയിട്ട് ഒരു കവർ കൊണ്ട് തരണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറെ. അങ്ങനെ കളക്ട് ചെയ്ത് ഒരു 100 രാജ്യങ്ങൾക്ക് മേളിൽ ഇപ്പൊ സ്റ്റാമ്പും കോയിനും കറൻസി ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട്. അതൊരു ക്രേസ് ആയിട്ട് ഇതുണ്ട്, കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ പോകുന്ന രാജ്യങ്ങളിലൊക്കെ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവും. അതെന്ന് പറഞ്ഞാൽ വേൾഡ് മലയാളി കൗൺസിലിലെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തായ്ലാൻഡിലെ തായ് മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ട്രഷററായിട്ടിരുന്നിട്ടുണ്ട് WMCയുടെയും പിന്നെ മലയാളി സമാജത്തിൻ്റെയും. UK-ലായിരുന്ന സമയത്ത് അവിടെ അമ്പലമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടുത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡിയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ച് മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇരുന്ന് വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു ചങ്ങനാശ്ശേരിക്കാരനായിട്ട് നമ്മളവിടെ പോകുമ്പോൾ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരോടൊക്കെ നിൽക്കണം. അപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മൾക്ക് എന്താകണം എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിൽ കാണണം. എന്താണ് എൻഡ് ഗെയിം എന്തായിരിക്കണം എന്നും കൂടെ അറിയണം. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നമുക്ക് ചോദിക്കാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് അവരുടെ നിന്ന് കിട്ടുന്ന ടിപ്സ് ഒക്കെ വെച്ചാണ് നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ ഹോബീസ് ഇത്. പിന്നെ പാട്ട് കേൾക്കാറുണ്ട്, പാട്ട് പാടാറില്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ആ ഒരു സാഹസത്തിന് മുന്നേറാറില്ല. ഇല്ല, തന്നെ ഇരിക്കുമ്പോഴൊക്കെ ഉള്ളൂ. ഭാര്യയോ പിള്ളേരോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല. ഞാൻ വിചാരിച്ചു അവരൊക്കെ ഉള്ള സമയത്ത് മാത്രമേ പാടുള്ളൂ, അവരെല്ലാ സമയത്ത് പാടത്തില്ല. അത് പഴയ പാട്ടുകളാണ് ഇഷ്ടം. അതിന്റെ കളക്ഷൻ കയ്യിലുണ്ട്, ഫോണിലുണ്ടാവും. അപ്പൊ അതിരുന്ന് കേൾക്കും. ഇതൊക്കെ ചിലപ്പോൾ യാത്ര സമയത്ത് കേൾക്കാറുണ്ട്. തന്നെ ഇരിക്കുമ്പം ഇപ്പൊ നൈജീരിയ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് കേൾക്കും. ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് മ്യൂസിക്കിനെ കണക്കാക്കാം. അതെ. അത് നമുക്ക് എപ്പോഴും മ്യൂസിക് ഒരു ഇതാണ്, റിലീവർ ആണ്. അപ്പോൾ അത് ഹിന്ദി പാട്ടുകൾ കേൾക്കും. അപ്പം ഹിന്ദിയിൽ ലിമിറ്റഡ് ചെയ്യാതെ ടർക്കിയിൽ എന്ന സമയത്ത് അവിടുന്ന് കുറച്ച് പാട്ട് കൊണ്ടുവന്ന് അത് കേൾക്കും ഇടയ്ക്ക്. പിന്നെ ബംഗ്ലാദേശിലുണ്ടാകുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് പാട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരുന്നു കേൾക്കുന്നത്. അതൊക്കെ നമ്മൾ ആ ലാംഗ്വേജ് ആയിട്ടൊന്ന് അടുക്കുക എന്നുള്ളൊരു ഇതാണ്. അതിൽ എൻ്റെ ഒരു ഹോബിയുണ്ട്. ഈ ഫ്ലൈറ്റിൽ ഈ ദുബായിൽ നിന്ന് US പോകുന്നത് 15 hours ഫ്ലൈറ്റാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇറങ്ങി ഓടാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിരിക്കുമ്പോൾ തമിഴ് ഒരു സിനിമ കാണും, അല്ലെങ്കിൽ ഒരു തെലുങ്ക് പടം കാണും. അപ്പം കർണാടക പഠിച്ചുകൊണ്ട് തെലുങ്കും കന്നഡയും അറിയാം. ബോംബെയിലായതുകൊണ്ട് മറാഠിയും ഗുജറാത്തിയും അറിയാം. അപ്പോൾ അങ്ങനത്തെ പല പല ലാംഗ്വേജിൽ കാണും. അപ്പം നമ്മൾ ആ ലാംഗ്വേജ് ആയിട്ട് കുറച്ചെടുക്കും, നമ്മുടെ ഒരു റിഫ്രഷ് ഇതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ സമയം കളയാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂർ ഉറങ്ങും, പിന്നെ ഒരു സിനിമ കാണും, അങ്ങനെ ചെയ്യും.
അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ടൈമിനെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതെ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി. ഓക്കെ, അപ്പോൾ സാർ ഒരു ഓൾറൗണ്ടർ ആണെന്ന് നമുക്ക് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ചോദ്യങ്ങൾക്കപ്പുറവും. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലൊരാളാണ്. ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി ബെല്ലൊരാൾ കൂടെയുണ്ട്. അന്നയും ഒപ്പം നമ്മുടെ സ്വന്തം മലയാളി അമ്പയർ രാജേഷ് പിള്ള സാറും. സാർ, ഇനി ചോദിക്കാനുള്ളത് നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലിയെ പറ്റിയിട്ടാണ്. സാറിൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ വെളിയിലായിരുന്നു, ഗൾഫിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായിട്ട് നാട്ടിലുണ്ട്, ചങ്ങനാശ്ശേരിയിലാണ്. അമ്മ ഹൗസ് വൈഫാണ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഷീസ് നോ മോർ. 16 വയസ്സിൽ 1995 ക്യാൻസർ വന്ന് മരിച്ചായിരുന്നു. വൈഫ് അനിത എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് പുള്ളിക്കാരിയുണ്ട് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക. അതെ, തീർച്ചയായിട്ടും. പുള്ളിക്കാരിയുടെ കരിയർ, പുള്ളിക്കാരി MA ആ കരിയർ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ കൂടെ ഇതിനൊക്കെ വരുന്നത്. പക്ഷേ കട്ടയ്ക്ക് നമ്മുടെ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെയുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നടക്കത്തില്ല. അതെ 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 അതെ. അപ്പം പുള്ളിക്കാരിയുണ്ട്. മോന് ഇപ്പോൾ എഞ്ചിനീയറിങ് വലിയൊരു കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ ആണ്. മോൾ 8ാം ക്ലാസ്സിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കൊച്ചി പഠിക്കുന്നു. അതാണ് ഫാമിലി. ഓക്കെ, അപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലും അച്ഛൻ്റെ ഒരു പാഷൻ കിട്ടിയിട്ടുണ്ടോ? മോന് ക്രിക്കറ്റിനോടുണ്ടായിരുന്നു തായ്ലാൻഡിൽ വെച്ച്. അപ്പം പുള്ളി കുറച്ച് ആക്റ്റീവായിരുന്നു. പക്ഷെ ഞാൻ നൈജീരിയ പോയപ്പം പുള്ളിയുടെ കൂടെ നിന്ന് അതൊന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ അവിടെ സ്കോറിങ്ങിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമായിരുന്നു തായ്ലാൻഡിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 1 എഴുതി പാസ്സായിട്ടുണ്ട് ഈ വർഷം തുടക്കം. പുള്ളിക്കപ്പോൾ അത് അച്ഛൻ്റെ ഒന്ന് ഫോളോ ചെയ്താൽ കൊള്ളാമെന്ന ഒരു ആഗ്രഹമുണ്ട്. ലെവൽ 2 എടുക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ലെവൽ 2 വെച്ചാൽ നോക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തൊരു ഇമ്മിണി ബെല്ലൊരാളുടെ എപ്പിസോഡിൽ മകനെയും കൂടി ഉണ്ടാവട്ടെ പ്രതീക്ഷിക്കാം. അപ്പൊ മോൻ ഇപ്പം ബാസ്കറ്റ് ബോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്, ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. പഠിക്കാനുള്ളതുകൊണ്ട് പുള്ളി കുറച്ച് ഹോസ്റ്റലിൽ ബാസ്കറ്റ് ബോളും അങ്ങനെ ബാഡ്മിൻ്റനുമായിട്ട് പോകുന്നു. ബാഡ്മിൻ്റൺ കോച്ചിങ് ഇവിടെ മൈക്കിൾ സാറുണ്ട് ചങ്ങനാശ്ശേരിയിൽ. പുള്ളിക്ക് നല്ലൊരു ബേസ് കൊടുത്തിട്ടുണ്ട്, പുള്ളിയുടെ കോച്ചിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. മോള് ബാഡ്മിൻ്റൺ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പതുക്കെ ഡാൻസിലോട്ടായി. ഭരതനാട്യം പഠിക്കുന്നുണ്ട്. 2 പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പോൾ അങ്ങനെ പിന്നെ പുള്ളിക്കാരി പടം വര അത് തന്നെയുള്ള ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സംഭവമാണ്. നല്ല രീതിയിൽ പോകുന്നു. ബുക്ക് റീഡിങ് അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്തൊക്കെ കൂടെ വരും. കുഴപ്പമൊന്നും ഇല്ല. ഇതുപോലെ യാത്ര ചെയ്യുന്നതിനൊക്കെ ഇഷ്ടമാണ്, താല്പര്യമൊക്കെയാണ്. അതെ അതെ. ഓക്കെ, ഉറപ്പായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ പറഞ്ഞു. ഫാമിലിയുടെ സപ്പോർട്ടിന്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടുകാര്, നമ്മുടെ ഫ്രണ്ട്സ്, അവരുടെയൊക്കെ ഒരു എൻകറേജ്മെന്റ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി അവരുടെ എൻകറേജ്മെന്റും കൂടെ വേണം. അതെ, അതില്ലാതെ നമ്മൾ എങ്ങും എത്തിപ്പെടില്ല. അപ്പൊ അത് അവരുടെ ഒരു ഇത്, പിന്നെ ദൈവത്തിന്റെ ഒരു നിശ്ചയം. താങ്ക്സ് ഗോഡ്, ഇപ്പം ഇത്രയും വരെയൊക്കെ വരാൻ പറ്റി. വി ആർ സോ പ്രൗഡ് ഓഫ് യു സർ. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാറിന് നിരവധി ടൂർണമെന്റ്സും കാര്യങ്ങളും മാച്ചസും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ അല്ലാതെ ട്രാവലിംഗിന്റെ ബേസിലും ഒക്കെ പോവേണ്ടി വന്നിട്ടുണ്ട്. ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സ് മിസ്സായ ഒരു സാഹചര്യം ഉണ്ടോ? ജോലിയുടെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യം മിസ്സാകുന്ന. എന്താണ്, എല്ലായിടത്തും എത്തിപ്പെടുക എന്നുള്ളൊരു നമ്മുടെ ഒരു ബേസിക് റൂളാണ്. അത് നമുക്ക് കമന്റ്സും കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും എത്തിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നാൽ എത്തിപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അത് ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ആയാലും പല കാര്യങ്ങളിൽ. ഇപ്പം നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ ആയിരിക്കും വിളിക്കുന്നത്, ചങ്ങനാശ്ശേരിയുടെ ഒന്ന് വരാൻ പറ്റുമോ? അവിടുന്ന് പതുക്കെ വൈഫിനെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്ത് നമ്മളങ്ങ് പോയിട്ട് വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോകാറുണ്ട്. അങ്ങനെ മൊമെന്റ്സ് ആയിട്ട് മിസ് ചെയ്തിട്ടില്ല. നമ്മൾ മാക്സിമം ഇത് ചെയ്യാൻ നോക്കും. ടൈം മാനേജ്മെന്റ് ആണ് ബേസിക്. ടൈം മാനേജ്മെന്റും പീപ്പിൾ മാനേജ്മെന്റ് നമ്മൾ ഫാമിലിയെ തന്നെ ഒന്ന് മാനേജ് ചെയ്ത് പോകേണ്ട ഒരു ഇതേ ഉള്ളൂ. അങ്ങനെയാണ് പോകുന്നത് ആസ് ഓഫ് നൗ. യെസ്, എനിക്ക് തോന്നുന്നു സാറിന്റെ ലൈഫിലെ റൂള് തന്നെ എൻജോയ് എവറി മൊമെന്റ്സ് ആണെന്ന്. ഒരു നിമിഷം പോലും സാറ് വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഞാൻ എപ്പോഴും പറയും ലൈഫ് ഷോർട്ടാണ്. നമ്മൾ എൻജോയ് എവറി മൊമെന്റ്. നാളെ എന്താവും നമുക്കറിയില്ല. അപ്പം ഉള്ള മൊമെന്റ്സ് എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോവുക, ചിരിച്ചു പോവുക. അത്ര തന്നെ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നോക്കുക എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ വേൾഡ് നോക്കിയ പല കാര്യങ്ങളും നമ്മുടെ ഫാമിലി ആയാലും നമ്മുടെ എന്താ പറയുക നാട്ടുകാരായാലും നമുക്ക് നെഗറ്റീവ്സ് ഒത്തിരി ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം പോസിറ്റീവായിട്ട് കാണുക, മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാം ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ചിരിച്ചങ്ങ് വിടുക.
പിന്നെ നെഗറ്റീവ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. അതെ അതെ അതെ. യെസ്, അപ്പൊ നമ്മള് നിരവധി ലൈഫ് ടിപ്സും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കേട്ടുകൊണ്ടേയിരിക്കൂ, കൂടെ അന്നയും ഒപ്പം രാജേഷ് പിള്ളൈ. ഇമ്മിണി ബെല്ലൊരാളിൽ 89.6 FM സർഗക്ഷേത്ര. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി ബെല്ലൊരാൾ കൂടെയുണ്ട് നമ്മുടെ സ്വന്തം രാജേഷ് പിള്ളൈ സർ. സർ, നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്കൊക്കെ ബാക്ക് ടു ഫീൽഡ്. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അമ്പയേഴ്സിന് പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഈ സെലിബ്രിറ്റീസ് അമ്പയേഴ്സ് ഉണ്ട്, ലൈക്ക് ബില്ലി ബൗഡൻ, അതുപോലെ സ്റ്റീവ് ബക്നോർ എന്നിവരൊക്കെ എലൈറ്റ് ക്ലാസ്സിൽ വരുന്ന അമ്പയേഴ്സ് ആണല്ലോ. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിപ്പെടാൻ ഒരു അമ്പയർ എത്രത്തോളം വർക്ക് ചെയ്യണം? ഇതൊരു ജേർണിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 30 years ബാക്ക് ഇപ്പോൾ സ്റ്റീവ് ബക്നർ, ഈ എന്താ പറയുന്നത് ഡേവിഡ് ഷെപ്പേർഡ്, അവരൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു 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 റോൾ മോഡൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരവിടെ ഫീൽഡിൽ നിൽക്കുന്നു, അത് ചെയ്യുന്നു, അപ്പം നമ്മളത് കാണാൻ പറ്റുക, അങ്ങനത്തെ ഇതൊക്കെയാണ്. ഇതൊരു ജേർണി. ഞാൻ പറഞ്ഞില്ല, പല പല കൺട്രിയുടെ അലൊക്കേഷനാണ്. ഇപ്പം ഞാൻ ആഫ്രിക്കൻ കൺട്രിയുടെ അത് അസോസിയേറ്റ് കൺട്രിയാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അസോസിയേറ്റ് കൺട്രിയിൽ ഇപ്പോൾ ICCക്ക് കുറേ ഇത് കൊടുക്കുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജേർണി കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയിലാണ്, അവിടെ ഗ്രൗണ്ട് റൂൾസ് കുറേ ഉണ്ട്. അപ്പോൾ അതുപോലെ BCCIയിലും കാണും, പല ഇതിലും കാണും. അപ്പോൾ ആ ലെവൽ 2 പാസ്സായി അത് വന്നിട്ട് പിന്നെ അതിനകത്ത് ABCD കാറ്റഗറി വന്ന് പിന്നെ അവിടുന്ന് ആരൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് ഒരാളെ അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, നല്ല അമ്പയറിൻ്റെ ഒരു ഇതുമുണ്ട്. നമ്മുടെ ഒരു പഴയൊരു ക്രിക്കറ്റ് പേര് പറയുന്നില്ല, IPL ഫൈനൽ കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് വരുന്ന വഴിക്ക് പുള്ളി ഉണ്ടായിരുന്ന ഫ്ലൈറ്റിൽ പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇതുപോലെ അമ്പയറിങ് ചെയ്യുന്നുണ്ട്, ഞാൻ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക, അപ്പം നമുക്കിത് ആയിട്ടില്ല, നൈജീരിയയുടെ ആയിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടിയേക്കും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യം തന്നെ, ക്വാളിറ്റി ആണ് പ്രശ്നം, ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ക്വാളിറ്റി അമ്പയർ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ആ ഫീൽഡിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ക്രിക്കറ്റിൽ അമ്പയേഴ്സിൽ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്വാളിറ്റി അമ്പയേഴ്സ് ആണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പം നമ്മൾ ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ സെലിബ്രിറ്റി നമ്മൾ അവരുടെ പല പല ഓൺ ഫീൽഡ് ബിഹേവിയേഴ്സ് ഉണ്ട്. ഇപ്പം ബില്ലി ബേർഡിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഫണ്ണി ടൈപ്പ് ആയിരിക്കും. അതെ, ചില അമ്പയേഴ്സ് ഭയങ്കര സീരിയസ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ശ്രീലങ്കയുടെ ധർമ്മസേനയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും, പുള്ളി ചിരിക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പല എക്സ്ട്രീം കാറ്റഗറി ആയിരിക്കും. നമ്മൾ അതിനകത്ത് എൻ്റെ ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീർഫുള്ളായിട്ട് നിൽക്കുക. ഇപ്പം 17 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പല പല ടൂർണമെൻറ്റ്സും പല പല ആൾക്കാരെയും പല പല കൺട്രിയിലും ചെയ്യും. ഇപ്പം ഞാൻ 9 രാജ്യങ്ങളിലായി, പല ആൾക്കാരെ കാണുന്നുണ്ട്, കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീർഫുള്ളായിട്ട് നിൽക്കുക, നമ്മൾ കറക്റ്റ് ഡിസിഷൻസ് കൊടുക്കുക. എൻ്റെ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇത് പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ്, ശനി ഞായറും ഉള്ള പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പം ചില ടൂർണമെൻറ്റ്സ് വരുമ്പോൾ അവധി എടുക്കുക, അപ്പം അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ചീർഫുള്ളായിട്ട് നിൽക്കുക, ഡിസിഷൻസ് കറക്റ്റ് ഇത് ചെയ്യുക, പാഷ്വാലിറ്റി എങ്ങും കാണിക്കാൻ പാടില്ല. അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു രാജ്യമോ ഒരു റേസോ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. ഡിസിഷൻസ് ഇതായിരിക്കുക. പിന്നെ നമ്മളെല്ലാം ഹ്യൂമനാണ്, മിസ്റ്റേക്സ് ഉണ്ടാകാൻ ചാൻസസ് ഇല്ലാതില്ല. അപ്പോൾ അത് നമ്മൾ പോയി കറക്റ്റ് ചെയ്യുക. അതിന് നമുക്ക് അമ്പയർ ഇത് ഉണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അവർ ഫീഡ്ബാക്ക് തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക. ബാക്ക് ടു എന്താ പറയുന്നത് റീപ്ലേ നോക്കുക. ഇപ്പോൾ എൻ്റെ 2 മാച്ച് നടന്നത് ഞാൻ കംപ്ലീറ്റ് റീപ്ലേ ഒന്നുകൂടെ നോക്കി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത്. അതിൽ നൈജീരിയ വാസ് വെരി ഗുഡ്. അവർ ഓരോരുത്തരും എന്നെ വിളിച്ചിട്ട് അതിനകത്ത് കുറേ പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു, നെഗറ്റീവായിട്ട് 1-2 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അവർ നെഗറ്റീവായിട്ടല്ല നമ്മളോട് പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള മൈൻഡ് സെറ്റ് നൈജീരിയൻസിൻ്റെ സംതിങ് വി നീഡ് ടു ബി വെരി എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓൺ ഫീൽഡിൽ എന്നിട്ട് നമ്മളോട് പറയും, ഓൺ ഫീൽഡിലാണ് നിങ്ങൾക്ക് കൂളായിട്ട് കാണാൻ പറ്റുക, ഇത് ക്യാമറയിൽ കാണുന്നതല്ല. അപ്പം നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുക. അതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് അവർ പറയുകയാണെങ്കിൽ നമ്മളത് ഇൻപുട്ടായിട്ട് എടുക്കുക, സോ ദാറ്റ് യു ഷുഡ് ബി കെയർഫുൾ ഫോർ ദ നെക്സ്റ്റ് മാച്ച്. അങ്ങനെയാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി വെല്ലൊരാളാണ്, കൂടെ അന്നയും രാജേഷ് പിള്ളയും. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബെല്ലൊരാൾ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാജേഷ് പിള്ളൈ, മലയാളത്തിന്റെ സ്വന്തം അമ്പയർ. സർ, ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, അമ്പയേഴ്സ് ഇപ്പോൾ പലതരത്തിൽ ബിഹേവ് ചെയ്യാം ഫീൽഡിൽ. ഫണ്ണി ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട്,
കാണികൾക്ക് എന്റർടൈനിങ് ആയിട്ട് ബിഹേവ് ചെയ്യാം. സാർ ഇപ്പോൾ പറഞ്ഞു സാർ ഒരു ചീർഫുൾ മോഡൽ ആയിരിക്കും സാറിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ സാർ കീൻലി ഒബ്സർവ് ചെയ്യുന്ന മറ്റ് അമ്പയേഴ്സ് ഉണ്ടോ? അവരുടെ ജെസ്റ്റേഴ്സും അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലോ ആരെങ്കിലും നന്നായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ടോ? നമ്മുടെ ഇപ്പം മലയാളി എന്ന് പറഞ്ഞാൽ നിതിൻ മേനോനാണ് ചെയ്യുന്നത്. അപ്പം നിതിനെ കുറിച്ച് ഇത് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഞാൻ IPL ഫൈനൽ കാണാനായിട്ട് ചെന്നൈ പോയി. മാച്ച് കണ്ടില്ല. പുള്ളിയുടെ ഓൺ ഫീൽഡ് ബിഹേവിയേഴ്സ് എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ അമ്പയർ ബിഹേവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ TV-യിൽ ബാറ്റ്സ്മാൻ്റെയും ബൗളേഴ്സിൻ്റെയും കാണുന്നുള്ളൂ. ഒരു അമ്പയർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കുറേ പഠിച്ചു, കുറേ വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ ഓരോരോ ഓവർ കഴിയുമ്പോഴേക്കും പുള്ളി എന്താണ് ചെയ്യുന്നത്, അവിടെ നിന്നിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ടൈം വിത്തിൻ ദാറ്റ് 30 seconds പുള്ളി എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പല ആൾക്കാർക്ക് അത് ഷെയർ ചെയ്തു. ഇതാണ് ഇന്റർനാഷണൽ അമ്പയേഴ്സ് ചെയ്യുന്നത്. അപ്പം കുറേ ആൾക്കാർ അതൊരു ഐ ഓപ്പണർ ആയിരുന്നു, എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അവർക്ക് ഇതുവരെ കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ TV കാണുന്നില്ല. നമ്മളിപ്പം നൈജീരിയ ചെയ്യുന്നത് നമ്മുടെ സ്റ്റൈലും നമ്മുടെ രീതിയിൽ അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ അമ്പയർ എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ആയിട്ട് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ അവിടെ കണ്ടുവരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അത് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ പോകണം. നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറഞ്ഞൊന്നും വരത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒബ്സർവ് ചെയ്താലേ ഇത് വരത്തുള്ളൂ. അപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ ഒത്തിരി ആൾക്കാർ അതിനെപ്പറ്റിയുള്ള പോസിറ്റീവായിട്ട് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ചെയ്യണം, വി ഷുഡ് ഇംപ്രൂവ് ഓൺ ദിസ്, വി ഷുഡ് ഇംപ്രൂവ് ഓൺ ദാറ്റ്. അതൊക്കെ ഒരു നല്ല ഇതാണ്. പിന്നെ ചില ടൂർണമെൻറ്റ്സിൽ കാർഡ്സ് ഉണ്ടാവും, അമ്പയേഴ്സിൻ്റെ ഇതുണ്ടാവും. അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയാം 9 രാജ്യങ്ങളായി. ഇപ്പം നെതർലാൻഡ്സിൽ പോയപ്പോൾ ഉള്ള അവരുടെ കാർഡല്ലായിരിക്കും റുവാണ്ടയിൽ പോയപ്പോൾ T10 ചെയ്ത്. അപ്പം നമുക്കതൊക്കെ ഒരു ഇൻപുട്ടാണ്, എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ നമ്മളത് ഈ ഒരു മാച്ചിൽ നമ്മളെങ്ങനെ അതൊക്കെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇത്. എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ടോസ് കഴിഞ്ഞു, പ്ലേയേഴ്സ് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലായിരിക്കണം. അതിനകത്ത് വേറെ ഒരു ഡിസിഷൻസ് വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നിങ്സ് ബ്രേക്ക് വന്നു കഴിയുമ്പോഴേക്കും തേർഡ് അമ്പയർ സെൻട്രൽ പിച്ച് വന്നിട്ട് പുള്ളി അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ എന്തെങ്കിലും ഈ ഗ്രൗണ്ട് സ്റ്റാഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും ഇതുപോലത്തെ ഇത് ചെയ്യാനും പറ്റും. ഇതുപോലെ അമ്പയേഴ്സിനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഡെവലപ്പ് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ ഒരു പാഷനാണ്, ജോലിയാണ് ഫുൾ ടൈം. അതിൻ്റെ കൂടെ ഇതാണ് കൊണ്ടിരുന്നത്. എന്നാലും നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നു. അതിനുവേണ്ടിയാണല്ലോ ഇതാണ്. സോ ഏത് ലെവലിലെത്തിയാലും നമ്മൾ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് സാർ പറഞ്ഞു തരാണ്. സോ ഈ ടിപ്പൊക്കെ നമുക്കും യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിടി ബെല്ലൊരാളാണ്. ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മടി ബെല്ലൊരാൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM ആണ്. നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ സ്വന്തം രാജേഷ് പിള്ളൈ സാർ. നമ്മള് പ്ലെയേഴ്സിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കാണാറുണ്ട്. ഒരു മാച്ചിന് മുൻപ് അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ അമ്പയേഴ്സിന്റെ ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? ഒരു മാച്ച് തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ? ഓക്കെ, അമ്പയേഴ്സിൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഷെഡ്യൂളിൽ വരും എന്തൊക്കെയാണ് അലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ഏതൊക്കെ മാച്ച്. ഇപ്പോൾ ഒരു ടൂർണമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു 10 മാച്ച് ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് അലൊക്കേറ്റ് ചെയ്തേക്കുന്നതിനുള്ള ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ വരും. ആ നേരത്തെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്ലോട്ട് എന്നാണ് എപ്പോഴാണെന്നുള്ളത്. അപ്പം അതിനകത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ടൂർണമെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ ആ ലോസ് മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്യും. നമ്മൾ എന്താ പറയുക, ഹ്യൂമൻ ബീയിങ് ആണ്. ഒന്ന് റിവൈസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്യും. അത് ഞാൻ തലേദിവസം ഫുഡ് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ കഴിക്കേണ്ടത് മാത്രമേ കഴിക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മാച്ച് ആയിരിക്കും. ചിലപ്പോൾ 20 hours ആയിരിക്കും, 50 hours ആയിരിക്കും. ഇപ്പം ഡിപ്പെൻഡിങ് അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അപ്പം 20 hours ആണെങ്കിൽ ചിലപ്പോൾ 2 മാച്ച് ഉണ്ടാവും. 50 ആണെങ്കിൽ ഫുൾ ഡേ കാണും. അപ്പം നമ്മൾ തലേദിവസം ഫുഡ് വെരി ക്രിട്ടിക്കലാണ്. രണ്ടാമത്തെ കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോത്തിങ്സ് അതെല്ലാം എടുത്ത് വെക്കുക, അതെല്ലാം കറക്റ്റായിട്ട് വെക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൗണ്ടേഴ്സ്, ഹാറ്റ്, പിന്നെ ഗേജസ്. ഇപ്പോൾ ബാറ്റ് ഗേജസ് ഉണ്ടാകും, ബോൾ ഗേജസ് ഉണ്ടാവും, സിസർ എന്ന് പറഞ്ഞാൽ ബോളിൽ എന്തെങ്കിലും നൂല് വല്ലതും വന്നു കഴിഞ്ഞാൽ സിസർ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തലേദിവസം എടുത്ത് വെക്കുക. അതപ്പോൾ കെയർഫുൾ ആയിരിക്കണം. ആ ഒരു സംഭവം എടുത്തു വെക്കുക കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ പ്രഷറില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നമ്മുടെ ബിഹേവിയർ മാറാനും വരെ ചാൻസ് ഉണ്ട്. അത് പല ആൾക്കാരും പല രീതിയിലാണ്. അപ്പോൾ അതൊന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 1/2 an hour എക്സസൈസ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഹോട്ടലിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോവുകയോ ഒന്ന് വാമപ്പ് ആകുക വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ. അല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ പല ആൾക്കാർ തുടങ്ങേണ്ടി വരും. അപ്പോൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഇല്ലാതെ വാമപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പ്രോപ്പർ ക്ലോത്തിങ്സ് ഇത് ചെയ്ത് രാവിലെ പോവുക.
നമ്മൾ ഇപ്പോഴത്തെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ 2 മാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ മുമ്പ് ഞാൻ ചെല്ലും. 1 മണിക്കൂർ മുമ്പ് വരാനാണ് നമ്മളോട് പറയുക. ഒരു 1.25 മണിക്കൂർ മുമ്പ് അവിടെ ചെന്നു. അപ്പം 1.5 മണിക്കൂർ മുമ്പ് വന്നു. അവിടെ നമ്മൾ ആ കാർ പാർക്കിൽ ഒരു 15 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് അവിടെ വന്നു. നമുക്ക് അവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും അമ്പയേഴ്സിന്. അവിടെ ഇരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെക്കും. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഒരു കാരണവശാലും പാടില്ല. പിന്നെ ഇതിനകത്ത് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. ബുക്കീസ് ഉണ്ടാവും, അവരോട് സംസാരിക്കുന്നുണ്ടോ, എല്ലാം ഇത് ക്യാമറാസ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടോ. അത് പ്ലേയേഴ്സിനെയും അമ്പയേഴ്സിനെയും ഒഫീഷ്യൽസിനെയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും കാരണം ക്യാമറ എല്ലാം നമ്മളെ ഫോൺ എടുക്കുന്നോ അല്ല ആരോടെങ്കിലും അല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ബാഡ് മാർക്ക് വരും. അത് അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം. അത് നമ്മുടെ ചില സമയത്ത് നമ്മുടെ മാച്ച് റെഫറി ചിലപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ മാച്ച് ആയതുകൊണ്ട് എന്നോട് വന്നപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്തായിരുന്നു. അപ്പം അതൊന്ന് പിന്നെ നമ്മുടെ ഡേറ്റാബേസ് എല്ലാം അപ്ഡേറ്റ് ആണോ, കറക്റ്റായിട്ടുള്ള ഇതാണോ, പല ലിങ്കിലായിരിക്കും നമ്മുടെ ഈ മാച്ച് ലൈവായിട്ട് കാണിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. മാച്ച് റെഫറി എല്ലാം നമ്മുടെ ഇതെടുക്കും. ഈവൻ വാഷ്റൂമിൽ പോകാനാണെങ്കിലും സെപ്പറേറ്റ് ആയിരിക്കും. നമുക്കല്ലാതെ എല്ലാവരും പോകുന്നിടത്ത് പോകാൻ പറ്റില്ല. മീഡിയ റൂമിലാണെങ്കിലും എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്കുള്ള സമയത്താണെങ്കിലും നമുക്ക് അവിടെ വെള്ളം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് അവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ വേറെ ഒന്നും പോകാനായിട്ട് നമുക്ക് അലൗഡ് അല്ല. അപ്പം സ്ട്രിക്റ്റ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ മാച്ച് ചെയ്യുമ്പം അവർ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതുപോലെ തിരിച്ചും റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും ഓടി നടന്ന് പ്ലേയേഴ്സിനോട് സംസാരിക്കുക അങ്ങനെയൊന്നും പറ്റില്ല. അത് ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മാച്ച് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണേൽ പ്ലേയേഴ്സിനോടോ ആരോട് വേണേൽ സംസാരിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അതിനു മുമ്പായിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് നമ്മുടെ റേറ്റിംഗ്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ, ഫോൾട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ. ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. എന്താണ് നമ്മൾ ചെയ്ത് നല്ലതാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാതെ അവർ നമ്മളോട് എക്സ്പ്ലനേഷൻ ചോദിക്കും, നമുക്കത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്ന ഇയാൾ എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നത്. സാധാരണ പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് ആയിരിക്കും ആദ്യം തരുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്സ് വരും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും അല്ലേ. അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് കാണുന്നതാണ്. അവർക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളത് ലിസൺ ചെയ്യാനായിട്ട് പഠിക്കുക. ലിസണിങ് സ്കില്ലും ഉണ്ടല്ലോ നമുക്കത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അത് നമ്മൾ കേൾക്കുക. നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ഏത് അമ്പയറിന്റെ മെന്ററായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. ഓക്കെ. ഫീൽഡിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും പകർത്താനാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി വെല്ലൊരാളാണ്. കൂടെ അന്നയും രാജേഷ് പിള്ളയും. 89.6 FM സർഗക്ഷേത്ര. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലൊരാളാണ്. നമ്മോടൊപ്പം നമ്മുടെ സ്വന്തം മലയാളികളുടെ അഭിമാനമായിട്ടുള്ള അമ്പയറാണ് കൂടെയുള്ളത്, രാജേഷ് പിള്ളൈ സർ. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം സാറിന്റെ ഇക്കഴിഞ്ഞ മാച്ചിനെ പറ്റിയിട്ടാണ്. ജൂലൈ 16 നടന്ന T20 ഇന്റർനാഷണൽസ് അല്ലെ, കെന്യ വേഴ്സസ് നൈജീരിയ. ഈ ഒരു മാച്ചിന്റെ സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആദ്യത്തെ ഇന്റർനാഷണൽ മാച്ചായിരുന്നു. കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് വളരെ കാലമായിട്ട് നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് എന്താ പറയുന്നത്, നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരാളൊക്കെ എംപയറായിട്ട് പോവുകയാണ്. നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ റൂൾസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ആദ്യത്തെ മാച്ചാണ്. ചിലപ്പം റൂൾസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഷെയ്ക്കപ്പ് ആവും. അപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി അത്. പിന്നെ കൂടെയുള്ള അമ്പയർ നമ്മളെക്കാളും സീനിയറാണ്. അപ്പോൾ പുള്ളിയോട് നമ്മൾ ഓൺ ഫീൽഡിലുള്ള സിഗ്നൽസ് എങ്ങനെയൊക്കെയാണ്, ചില റൂൾസ് നമ്മൾ പെട്ടെന്ന് ഒരു ഇത് ചെയ്തായിരുന്നു. പുള്ളിയായിട്ട് സിങ്കായി, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സിങ്കായി. അപ്പം നമ്മുടെ ഒരു സ്റ്റൈൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ സ്റ്റൈൽ എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ആ ഒരു ഫീൽഡിൽ എപ്പോഴും ഈ ഒരു അമ്പയർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു വോയിസ് ആയിരിക്കണം. അതൊരു ബേസിക് ഇതാണ്. അതിനകത്ത് പറയാൻ പാടില്ല അമ്പയർ ഒരാളുടെ ഡിസിഷൻ മറ്റേ ആൾ ഓവർ റൂൾ ഇത് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് പ്ലേയേഴ്സ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്പയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഫീൽഡിൽ കണ്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അമ്പയറിന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പം മറ്റേ ലെഗ് അമ്പയറിനോട് അല്ലെങ്കിൽ ചോദിക്കുന്ന ഇപ്പം ബാറ്റിംഗ് സൈഡ് അമ്പയറിനോട് ചോദിക്കാനായിട്ട് ഉള്ള ഇതുണ്ട്. പിന്നെ ഈ ലെഗിൽ നിൽക്കുന്ന അമ്പയർ ആക്ച്വലി പല സിഗ്നൽസ് കാണിക്കും. അത് മെയിനായിട്ട് നിൽക്കുന്ന അമ്പയർ നോക്കണം. ചിലപ്പോൾ പാഡി തട്ടി പോവുകയാണെങ്കിൽ അത് നമ്മളവിടെ പതുക്കെ നമ്മൾ ടാപ്പ് ചെയ്ത് കാണിക്കുന്നത് പാഡി കൂടെ പോയതെന്നുള്ള നമ്മുടെ ഇതിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും.
ഇതിനകത്ത് ഏറ്റവും വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഡിലേ ചെയ്യുമ്പോഴേക്കും പ്ലേയേഴ്സ് കുറച്ച് അഗ്രസീവ് ആവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് നമ്മൾ മാച്ച് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലെഗ് അമ്പയറിനെ എപ്പോഴും നോക്കിയിട്ട് അതിനകത്ത് ഇപ്പം ഗ്ലൗസ് തട്ടിപ്പോകുന്ന ചില കേസസ് ഉണ്ട്. അത് ചിലപ്പം അവിടെ മെയിനായിട്ട് നിൽക്കുന്ന അമ്പയർ കണ്ടു കാണത്തില്ല, പക്ഷേ സൗണ്ട് വന്ന് കാണും. അപ്പം നമ്മളത് ചെറുതായിട്ട് നമ്മുടെ കൈ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ 2 കൈ കൊണ്ടായിരിക്കും പിടിക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കാണിക്കും. അപ്പോൾ പുള്ളിക്ക് ചില സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അപ്പം സിങ്ക് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്പയർ സീനിയറാണ്. പുള്ളിയോട് ഞാൻ സംസാരിച്ചായിരുന്നു, ഇതൊക്കെയാണ് ഞാൻ സിഗ്നൽ തരുന്നത്. അപ്പം അത് വരുമ്പോഴേക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഇതാകുമ്പോഴേക്കും നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പം നമുക്ക് വലിയ പ്രഷർ വരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അങ്ങനത്തെ ഒരു പ്രഷർ ഞാൻ റിലീസ് ചെയ്തു. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബാക്ക് ടു സ്കോറേഴ്സ്. അപ്പോൾ അതിനകത്ത് പല സിഗ്നൽസ്, ഇപ്പം നോ ബോൾ വന്നു, വൈഡ് വന്നു, ഇപ്പോൾ ബൗണ്ടറി പോയി കഴിഞ്ഞാൽ ആ സിഗ്നൽസ് കാണിക്കുക, അവർ അക്നോളജ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് സ്കോറിനെ പോയി കണ്ട് എല്ലാം ഓക്കെ അല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അപ്പോൾ അവർ വലിയ കംഫർട്ടബിൾ ആവും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ പലരും ചോദിക്കുന്നില്ല കേട്ടോ. ഇല്ല, അതൊക്കെ വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അവരുമായിട്ട് ഒരു നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഗെയിം വന്നപ്പോഴേക്കും നമ്മൾ ആ കൊണ്ടുവന്ന നമ്മുടെ സ്റ്റൈല് അത് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. ഫസ്റ്റ് ഗെയിം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടെ ഒന്ന് ഹൈ ആയത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മൾ കുഴപ്പമില്ലാതെ പോയി. രണ്ടാമത്തെ മാച്ച് വന്നപ്പോഴേക്കും നോർമലായിട്ട് ഒരു ഇതും ചിന്തിക്കേണ്ട ഒന്നുമില്ല. എൻ്റെ കൂടെ വേറൊരു അമ്പയർ ആയിരുന്നു. അപ്പം പുള്ളിയായിട്ട് ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഓക്കെ ആയിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ ഒരു കെനിയയിലൊരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. ആ ടൂർണമെൻറ്റിന് പുള്ളിയോട് ഞാൻ അമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിയായിരുന്നു എൻ്റെ കൂടെ. അപ്പം പുള്ളിയും ഞാനായിട്ട് നല്ല സിങ്ക് ആയിരുന്നു. അപ്പം നല്ല സിങ്ക് ആയിരുന്നു, അന്ന് പോലെ നല്ല സിങ്ക് ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മാച്ചും കംഫർട്ടബിളായിട്ട് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലാതെ ഇത് ചെയ്തു. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ല, നൈജീരിയയിൽ നിന്ന് എനിക്ക് ഫീഡ്ബാക്സ് കിട്ടിയായിരുന്നു. ഒത്തിരി നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. 22 പേരും പ്ലസ് നമ്മുടെ അമ്പയറും ഉള്ള നമ്മുടെ ആ ഒരു കൺട്രോൾ ആണ് നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിലും ബാറ്റിംഗ് ഇതിലൊക്കെ ആയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി വെല്ലുകളാണ് കൂടെ അന്നയും രാജേഷ് പിള്ളയും. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മിണി ബെല്ലുകളാണ്. കൂടെയുണ്ട് നമ്മുടെ സ്വന്തം രാജേഷ് പിള്ളൈ സാർ. സാർ, ഇനി വരാൻ പോകുന്ന മാച്ചസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇപ്പം കെനിയ നൈജീരിയയുടെ ടൂർണമെൻറ്റ് കഴിഞ്ഞു, അതിനകത്ത് അലൊക്കേറ്റഡായി. അപ്പോൾ ഡേറ്റാബേസിൽ ഓൾറെഡി ICCയുടെ ഡേറ്റാബേസിലുണ്ട്. ഇനിയിപ്പോൾ അടുത്ത അലൊക്കേഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ പല ടൂർണമെൻറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ Under-19 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ നടക്കുകയാണ് ആഫ്രിക്ക റീജിയൻ. അപ്പം ഏഷ്യ റീജിയൻ, അങ്ങനെ പല പല റീജിയനിലുള്ള ക്വാളിഫയറാണ് നടക്കുന്നത്. അപ്പോൾ ആഫ്രിക്ക റീജിയനിൽ 4 ഫേസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് ഫേസിൽ ഞങ്ങളുടെ അവിടെ നിന്ന് 2 പേരെ ഓൾറെഡി അലൊക്കേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഫേസിൽ ഇപ്പം ഞാൻ പറഞ്ഞ 6 പേരൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ ചിലപ്പോൾ അലൊക്കേറ്റ് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ICCയുടെ ഇതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം 2026 50 ഓവേഴ്സിൻ്റെ വേൾഡ് കപ്പ് വരുന്നുണ്ട്. ആ വേൾഡ് കപ്പിലേക്ക് വേണ്ടിയുള്ള ആഫ്രിക്ക ക്വാളിഫയർ നടക്കുന്നുണ്ട് കെനിയ വെച്ച്. അപ്പോൾ അത് അടുത്ത ഒരു ഓപ്ഷനാണ്. മൂന്നാമത് വരുന്ന 7 നേഷൻ ടൂർണമെൻറ്റ് നൈജീരിയ വരുന്നുണ്ട്. അത് നവംബറിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു 3 മാച്ചിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് 1 or 2 ഇതിനകത്ത് നമുക്ക് ഇനി അടുത്ത അലൊക്കേഷൻ വരുന്നത്. അങ്ങനെ അത് ഇനിയിപ്പോൾ സിസ്റ്റത്തിൽ വന്നു, ഇനിയിപ്പോൾ സൈക്കിളായിട്ട് അങ്ങ് പൊക്കോളും. അതെ. ഓക്കെ സാർ, നമ്മളപ്പോൾ വീണ്ടും സാറിന്റെ യാത്രകളിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, സാറിന്റെ യാത്രകളിൽ കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കണ്ടതിൽ വെച്ച് നമ്മുടെ ഇന്ത്യയിൽ അത് അഡോപ്റ്റ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ വെളിയിൽ കാണുന്നതിന് പോലെ തന്നെ ഇന്ത്യയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മുടെ ടൂറിസം ബോർഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇത് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. മാർക്കറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. പിന്നെ അതെ, അത് ഇപ്പോഴത്തെ ആൾക്കാർ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഗോയിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കണക്ടിവിറ്റി നന്നായി, എയർപോർട്ട്സ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് എളുപ്പമാണ്, ചീപ്പായിട്ടുണ്ട്, റോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം കുറേ ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യ ചെയ്തിട്ടുണ്ട്.
അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ ഇല്ലാതെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇനി അതുകൊണ്ടായിരിക്കും ഇന്ത്യ അത് മാർക്കറ്റ് ചെയ്യാനെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ നമ്മുടെ ഇന്ത്യ. അതെ. അപ്പം വെളിയിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ള സാധനങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് അറിയണം. അതിന്റെ ബ്രോഷറും അതിന്റെ എന്താ പറയുന്ന ഈ ഷോസും അങ്ങനെയൊക്കെ കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഇവിടുന്ന് മാർക്കറ്റിംഗ് ആൾക്കാർ പോകണം ഈ ടൂറിസം ബോർഡിലെ. അതാണ് വേണ്ടത്. ഒരു ഷോർട്ട് ഫോൾ ആയിട്ട് കണ്ടേക്കുന്നത്. ഓക്കെ. ഇനി സാറ് അമ്പയറിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും ജോലിയിൽ ഇൻവോൾവ് ആണോ? ഞാൻ ഫുൾ ടൈം ജോലിയാണ്, ടെലികോമിലാണ്. ഞാൻ നൈജീരിയയിൽ ഇപ്പം നെറ്റ്വർക്ക് ഡെലിവറി ഡയറക്ടറാണ്. എത്ര വർഷത്തോളായിട്ട് സർ? ഞാൻ ടെലികോമിലായിട്ട് 28 വർഷമായി. അതിൽ മൊബൈൽ ഓപ്പറേറ്ററിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബോംബെയിലെ ഇപ്പോൾ വോഡഫോൺ, പണ്ടത്തെ മാക്സിച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഇസ്രയേലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് UK 3UK എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വെൻഡേഴ്സ് മോട്ടോറോളയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കിയയിലുണ്ട്, എറിക്സണിൽ ഇപ്പോഴ് കൺസൾട്ടൻസിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ഫീൽഡിലും കണക്റ്റഡ് ആണ്. സാറുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയാം. ഓക്കെ. എല്ലാ മേഖലകളിലും ഇതുപോലെ എല്ലാവരും മാറ്റുരയ്ക്കാൻ സാധിക്കട്ടെ സാറിന്റെ പോലെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ 28 വർഷത്തോളമായി ടെലികോം എന്ന ഫീൽഡിൽ സാറ് ജോലി ചെയ്യുന്നു. ഈ ടെലികോമും അതുപോലെ ഇപ്പോൾ ഈ ബാങ്കിങ്, ഇൻഷുറൻസ് എന്ന് പറയുന്ന ഫീൽഡുകളൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബുകളാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ സാർ എങ്ങനെയാണ് ഈ സ്ട്രെസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് ചിരിച്ച് ഇത് ചെയ്യാനായിട്ട് പഠിക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വലിയ അപ്പിൽ ടാസ്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി അതെങ്ങനെയാണ് നമ്മൾ ഓരോരോ പീസ് സോൾവ് ചെയ്യാന്നുള്ള പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. സ്ട്രെസ് നമ്മൾ എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരാഴ്ച സമയം ഉണ്ടാവും. നമ്മളെല്ലാം ആ ഒരു മിനിറ്റിൽ സ്ട്രെസ് എടുത്തിട്ട് ഒരാഴ്ചത്തെ ആക്ടിവിറ്റി ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ള ഇതല്ല. ആ ഒരാഴ്ച അതിൻ്റെ രീതിയിൽ വിടുക, കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. ഡെലിഗേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം നമുക്ക് തന്നെ ചെയ്യണമെന്ന് ഇല്ല, മറ്റുള്ള ആൾക്കാർക്കും കൊടുക്കുക. നമ്മൾ ആ ഒരു ഡെലിഗേഷൻ താഴേന്ന് തട്ടിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രഷറില്ല, അവർക്കും പ്രഷറില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈൽ, ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ. ലീഡർഷിപ്പ് സ്റ്റൈല് ഞാനിപ്പം 12 രാജ്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഈ ഒരു സ്റ്റൈലാണ്. അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ജോലി ചെയ്യിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ സ്ട്രെസ് വരുന്ന സമയത്താണ് നമ്മൾ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരും. അവിടെ കളിക്കുന്നതിന്റെ പ്രഷർ തിരിച്ചു വരുമ്പോൾ ജോലിയായിരിക്കും നമുക്ക് ചിലപ്പം ഇതായിട്ട് റിലാക്സിങ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ മ്യൂച്വലി ഇത് ചെയ്ത് ബാലൻസ് ചെയ്തുകൊണ്ട് പഠിക്കണം. അത് ഇറ്റ് വിൽ കം വിത്ത് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഓരോ എക്സ്പീരിയൻസുകളിലൂടെ അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമ്മടി ബെല്ലൊരാളാണ്. ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. Once again, welcome back to ഇമ്മിണി ബെല്ലൊരാൾ, ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് തന്നെയാണ് രാജേഷ് പിള്ളൈ. യെസ്, രാജേഷ് പിള്ളയുണ്ട്. സർ, നമ്മളങ്ങനെ നമ്മുടെ മെയിൻ ഒരു ചോദ്യത്തിലേക്ക് എത്താൻ പോവാണ്. സാറിന്റെ ഫ്യൂച്ചറാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി സാറ് അച്ചീവ് ചെയ്യാൻ പോകുന്ന ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ജോലിയാണ് ഇപ്പോഴും എൻ്റെ ഫുൾ ടൈം ഇതുള്ളത്. ഇപ്പം അനദർ 4-5 ഇയേഴ്സ് ഇപ്പം എൻ്റെ കരിയറിൻ്റെ പീക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഈ ഒരു സർക്കസ് എല്ലാം കാണിക്കുന്നത്, ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ അത് അതിൻ്റെ രീതിയിൽ തന്നെ പൊക്കോളും ജോലിയുടെ. ഇപ്പം ക്രിക്കറ്റിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ICC വേൾഡ് കപ്പിൽ ഏതെങ്കിലും ഒരു ഇതിൽ അമ്പയർ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഇല്ലാതില്ല. സാധിക്കും തന്നെ ഞങ്ങൾ പറയുന്നു. അതെ, അപ്പോൾ അതൊന്നുണ്ട്. പിന്നെ രാജ്യങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ 100 ആദ്യത്തെ ഇത്. ആ ടാർഗറ്റ് പിന്നെ റിവൈസ് ചെയ്ത് 125 ആയി. ഇപ്പം 124 നിൽക്കുന്നു. കരീബിയൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ബഹാമാസ് ഒഴിച്ച് ബാക്കിയൊന്നും പോയിട്ടില്ല. അത് കുറേ രാജ്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഇപ്പം പതുക്കെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങി. 150 ആക്കിയേ കൊള്ളാവുന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാതില്ല. ഓൾറെഡി 148 എയർലൈൻസ് കയറിയിട്ടുണ്ട്. അതൊരു ഇതാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത്. അതെ, 193 എയർപോർട്ട്സിൽ ട്രൈ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെയാണ്. എന്തായാലും 150 രാജ്യങ്ങൾ വരുമ്പോൾ എന്തായാലും എയർപോർട്ട്സിന്റെ എണ്ണം കൂടും, മറ്റേ എയർലൈൻസിന്റെ എണ്ണം കൂടിക്കോളും. അപ്പം ആഗ്രഹം അതാണ്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സെറ്റിലാകുക, കുട്ടികൾ നല്ല ഷേപ്പ് ഇതായിട്ട് വരിക, അവരുടെ ജോലി ഫാമിലി അങ്ങനെ ഇതായിട്ട് പോവുക, അതൊക്കെയാണ് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളത്. സോ സാർ, ഞങ്ങൾക്ക് ഇത്രയാണ് പറയാനുള്ളത്. സാറിന് ഇനിയും നിരവധി ഫീൽഡുകളിൽ ഒരു അടിപൊളി എംപയർ ആയിട്ട് നമുക്ക് രാജേഷ് പിള്ളൈ എന്നൊരു പേര് കാണാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ സാറിൻ്റെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഭയങ്കര പ്രൗഡാണ് സാറിൻ്റെ അച്ചീവ്മെൻറ്റ്സിലും കാര്യങ്ങളിലും. പിന്നെ സർഗക്ഷേത്രയോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ അഭിമാനമായ, മലയാളത്തിന് അഭിമാനമായിട്ടുള്ള രാജേഷ് പിള്ളൈ സാറിന്റെ ജീവിത കഥകളാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ ഇമ്മിണി ബല്യൊരാൾ, ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉണ്ടായിരുന്ന തന്നെയും രാജേഷ് പിള്ളയും. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.